ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കെല്ലാം ഒരേപോലെ ഇഷ്ടമുള്ള പൈനാപ്പിളിൻ്റെ ജാം റോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ അതിനുവേണ്ടി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും 1 കപ്പ് മൈദയും കൂടെ നന്നായിട്ട് അരിച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മളൊരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ശേഷം നമ്മളത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലോ പാത്രത്തിലോ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ദോശക്കല്ലും കൂടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ അതിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറു തീയിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ സ്പഞ്ചിൻ്റെ മുകളിൽ പൈനാപ്പിളിൻ്റെ ക്രഷ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബട്ടർ പേപ്പർ കൂട്ടി നമ്മളെ സ്പഞ്ച് ചെറുതായി ചുരുട്ടിയെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ജാം റോളിൻ്റെ 2 സൈഡിലെയും പേപ്പർ കൂട്ടി നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ജാം റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.